മക്ക മദീന ഹറമിലെ നോമ്പുകാലം എല്ലാ വിശ്വാസികളുടെയും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിൽ ഒന്നായിരിക്കും. ഇതിൽ മക്കയിലാണ് ലോകത്തെ ഏറ്റവും വലിയ ഇഫ്താർ സംഗമവും നടക്കുന്നത്. അവിടെ എത്തുന്ന വിശ്വാസികൾ ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ അനുഭൂതി അനുഭവിച്ചാണ് അവിടെ നിന്നും മടങ്ങാറുള്ളത്. ഇസ്ലാമിൻ്റെ പുണ്യസ്ഥലമായ മക്ക മറ്റൊരു ലോകാത്ഭുതത്തിനു കൂടി സാക്ഷ്യം വഹിക്കുന്ന സമയമാണിത്. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നാവിലേക്ക് സംസമിന്റെ മധുരവും ഈന്തപ്പഴത്തിന്റെ ഇഷ്ടവും സമ്മാനിക്കുന്ന റമളാൻ. ലോകത്തിലെ ഏറ്റവും വലിയ നോമ്പുതുറ ഇവിടെയാണ്. വിശാലമായ സൗകര്യങ്ങളാണ് നോമ്പുതുറക്ക് മക്കയിലുള്ളത്. സർക്കാർ ഏജൻസികളും സന്നദ്ധ സംഘങ്ങളുമാണ് ഇത്തരം വിഭവങ്ങൾ ഇതിനായി എത്തിക്കുന്നത്. ഓരോ ഏജൻസികൾക്കും നേരത്തെ തന്നെ പ്രദേശങ്ങൾ നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. വൈകിട്ടുള്ള അസർ നമസ്കാരം അവസാനിക്കുന്നതോടെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. കേരള ഹജ്ജ് ഗ്രൂപ്പിൻ്റെ ഉംറ സംഘത്തോടൊപ്പം യാത്ര പുറപ്പെടുമ്പോൾ ഇത്ര വലിയൊരു ഭാഗ്യം പ്രതീക്ഷിച്ചുകൊണ്ടല്ല വന്നത്. പക്ഷേ റമദാനിലെ പുണ്യ ദിവസങ്ങൾ ഈ മസ്ജിദുൽ ഹറമിൽ ചെലവഴിക്കാൻ കൂടി കഴിഞ്ഞു എന്നുള്ളത് മഹാഭാഗ്യമായിട്ടാണ് എൻ്റെ കൂടെയുള്ള യാത്രാ സംഘാംഗങ്ങൾ കൂടി പങ്കുവെക്കാൻ കഴിഞ്ഞത്. ഈ റമദാനിൻ്റെ പുണ്യദിനങ്ങൾ, ആ റമദാനിൻ്റെ പ്രകാശം ലോകം മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ ഇവിടെ രാത്രിയിൽ നമസ്കാരത്തിനും അതുപോലെ തന്നെ പ്രാർത്ഥനയിലും എല്ലാ ദിവസങ്ങളിലുള്ള പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ കൂടെ ലോകത്തിലെ നാനാജാതി ദേശങ്ങളിൽ നിന്ന് വന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളോടൊപ്പം ഒത്തുചേരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ചരിത്രഭൂമിയിലൂടെ പോകുമ്പോൾ ഖുർആനിൻ്റെ വെളിച്ചം ലോകത്തിന് മുമ്പിൽ മൊത്തമായി വെളിച്ചമായി വരുന്ന ഈ പരിശുദ്ധ റമദാനിൽ അതിൻ്റെ ദിനരാത്രങ്ങൾ രാത്രിയിൽ പ്രകാശപൂരിതമാക്കുവാനും ഉറക്കില്ലാത്ത രാത്രികൾ സമ്മാനിക്കുവാനൊക്കെ ഈ ഹറമ് നമുക്ക് പ്രചോദനം നൽകി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സന്തോഷം. മസ്ജിദിന് അകത്തും മുറ്റങ്ങളിലും മുകൾ ഭാഗങ്ങളിലും സുപ്രകൾ അഥവാ വിരിപ്പ് വിരിച്ചു തുടങ്ങും. ഇതിനായി 10,000-ഓളം വളണ്ടിയർ സംഘങ്ങളാണുള്ളത്. ലളിതമായ വിഭവങ്ങളാണ് ഹറമിൽ നോമ്പു തുറക്കായി നൽകുന്നത്. ഈന്തപ്പഴവും സംസം, ജ്യൂസ്, കേക്ക്, ബിസ്ക്കറ്റ് എന്നിവയാണ് വിഭവങ്ങൾ. ഇത് വിതരണം ചെയ്തതിന്റെ മെനു സർവീസ് ഏജൻസികൾക്ക് പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ വാഹനങ്ങളിലാണിവ ഹറമിൽ എത്തിക്കുക. നോമ്പുതുറ കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ നമസ്കാരങ്ങളിലേക്കുള്ള തിരക്കാണ്. നിലത്ത് കാല് കുത്താനാകാത്ത വിധം തിരക്ക് ഇത്തവണ നേരത്തെയുണ്ട്. ഹറമിന്റെ പല ഭാഗങ്ങളിലും ഇതെല്ലാം മുൻകൂട്ടി കണ്ട് സൗകര്യം വർദ്ധിപ്പിച്ചിരുന്നു. ഇവിടെ ഈ ഹറമിൽ ഇത്രയും ദിവസം ചെലവഴിക്കുവാനും ഇവിടുത്തെ ഈ പ്രത്യേക അന്തരീക്ഷത്തിൽ നമസ്കാരവും അതുപോലുള്ള കർമ്മങ്ങൾ നിർവഹിക്കാനും ഉംറയും മറ്റ് കർമ്മങ്ങൾ നിർവഹിക്കാനും എല്ലാം സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് തന്നെ ഒരു ഹജ്ജിൻ്റെ ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഹജ്ജിനുള്ള പോലെ തന്നെയുള്ള ഒരു ജനങ്ങളെ തടിച്ചു കൂടിയിട്ടുണ്ട്. അതും ഒരു ഭക്തിനിർഭരമായ ഈ അന്തരീക്ഷത്തിൽ ജുമാ നിർവഹിക്കുവാനും പിന്നെ കൂടുതൽ തവാഫ് ചെയ്യുവാനും എല്ലാം ഭാഗ്യം സിദ്ധിച്ചതിൽ വളരെയധികം സന്തോഷത്തിലാണുള്ളത്. മുൻ വർഷങ്ങളിലില്ലാത്ത വിധം തിരക്ക് ഇത്തവണയുണ്ട്. റമദാന്റെ ആദ്യ ദിനങ്ങൾ തുടങ്ങിയതേയുള്ളൂ. ഇനിയുള്ള നാളുകളെക്കുറിച്ചുള്ള സൂചന കൂടിയുണ്ട് ഹറമിന്റെ തിരക്കിൽ. ഈ പറയുന്ന പരിശുദ്ധ ഹറമിൽ, ഈ ഹറമിൻ്റെ പരിസരത്ത് അത്തരം വിശുദ്ധമായിട്ടുള്ള ദിനരാത്രങ്ങളിൽ പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള മനസ്സുമായിട്ട് കഴിച്ചുകൂട്ടുക എന്ന് പറയുന്നത് ഏറ്റവും പുണ്യകരമായിട്ടുള്ള കാര്യമായിട്ടാണ് വിശ്വാസികൾ മനസ്സിലാക്കുന്നത്. പ്രായമേറിയവർക്കും കുട്ടികൾക്കുമെല്ലാം പ്രത്യേക നിർദ്ദേശം ആരോഗ്യ മന്ത്രാലയം നൽകിക്കൊണ്ടിരിക്കുന്നു.
സൗദി ആരോഗ്യ മന്ത്രാലയം വിശുദ്ധ ഹറമിൽ വിപുലമായ ആരോഗ്യ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മസ്ജിദുൽ ഹറമിൻ്റെ ഉള്ളിൽ 4ഓളം ഹെൽത്ത് സെൻ്ററുകളുണ്ട്. അതിനു പുറമെ ഹെൽത്ത് വോളണ്ടിയേഴ്സ് മുഴുവൻ സമയത്തും ഹറമിൽ ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉംറ ചെയ്യുന്നതിനിടയിലോ ഹറമിൻ്റെ ഉള്ളിൽ വെച്ചോ എന്തെങ്കിലും ആരോഗ്യ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഹാജിമാർ തൊട്ടടുത്തുള്ള ക്ലിനിക്കുകൾ പോയിട്ടോ അതല്ലെങ്കിൽ ഹെൽത്ത് സെൻ്ററുകൾ പോയിട്ടോ ചികിത്സ എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ ഉംറ വിസയുടെ സംവിധാനമൊക്കെ വളരെ ലഘൂകരിച്ചുകൊണ്ട് ഈസി ആയിട്ട് ലഭിക്കുന്ന രീതിയിലാണ് സംവിധാനങ്ങളൊക്കെ. 3 മാസമൊക്കെ ഡ്യൂറേഷനൊക്കെ വെച്ചിട്ടുള്ള വിസ സംവിധാനം, വിസിറ്റിംഗ് വിസകളൊക്കെ എല്ലാം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സൗകര്യം ഉപയോഗപ്പെടുത്തി നമ്മളെ നാടുകളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഉംറ ചെയ്യാൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഫുഡ് കോർട്ടാണെന്നുണ്ടെങ്കിലും ഷോപ്പിംഗ് മോളുകളാണെങ്കിലും ഒക്കെ ഇതിൻ്റെ ഭാഗത്തൊക്കെ ഈ ഹോട്ടലുകളിലൊക്കെ ഷോപ്പിംഗ് മോളുകളുണ്ട്. ഇതുപോലത്തെ ഭയങ്കര തിരക്കാണ്. ഈ ചെറിയൊരു ഭാഗത്ത് ഇത്രയും ലക്ഷോപലക്ഷം ആളുകൾ വന്നു പോവുക എന്ന് പറയുന്നത് തന്നെ അതൊരു വല്ലാത്തൊരു സൗകര്യമാണ്. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. അതിറങ്ങിയതായി കരുതുന്ന അവസാന 10 ദിനങ്ങളിലെ ഒറ്റയൊറ്റ രാവുകളിൽ ഹറമിൽ പ്രാർത്ഥനയ്ക്കായി എത്തുക ലക്ഷക്കണക്കിന് വിശ്വാസികളാണ്. കേരള ഹജ്ജ് വകുപ്പിൻ്റെ കീഴിൽ ഉംറയ്ക്ക് ഒരു അവസരമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരു ഭാഗമാക്കാൻ കഴിയും എന്ന് സാധാരണ ഇതിൽ അങ്ങനെ ആലോചിച്ചു. അപ്പം മകൻ പറഞ്ഞു നമുക്ക് എന്നാൽ ആ ഗ്രൂപ്പിൽ അങ്ങ് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ റമദാൻ കുറച്ചുണ്ടാവും എന്നുള്ളൊരു സംഗതി കൂടി കിട്ടി. അപ്പോൾ അതിനോട് ഭയങ്കരമായൊരു ആവേശം തോന്നി. കിട്ടുകയാണെങ്കിൽ റമദാനല്ലേ, റമദാനിലെ ഒരു ഉംറ എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ കൂലി എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ആ ഒരു അവസരം വളരെ വൈകിയാണ് അവസരം ഉണ്ടായത്. എന്നാലും അങ്ങനെ എന്തായാലും ഇവിടെ നിന്ന് എത്താൻ കഴിഞ്ഞു. എത്തി നോക്കുന്നേരം നല്ല സമയത്താണ്. റമദാൻ അടുപ്പിച്ചായതുകൊണ്ട് വളരെയധികം ജനങ്ങൾ ഇതായിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുക, എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകളുടെ ഒരു ഒഴുക്കും പിന്നെ ഈ ഇവിടെ ഉണ്ടാകുന്ന നമസ്കാരത്തിനൊക്കെ ഉണ്ടാകുന്ന ആളുകളുടെ പിന്നെ ഖിറാത്തും അതുപോലെ സംഗതികളൊക്കെ വളരെയധികം ഒരു ഇതായിട്ട് തോന്നി. ആദ്യമായിട്ടാണ് ഉംറയ്ക്കായിട്ട് ഇവിടെ വരുന്നത്. അതും ഇങ്ങനെ ഒരു സമയത്ത് വന്നെത്തപ്പെട്ടു. ഇവിടെ വന്നപ്പോഴാണ് അതെന്താണെന്നും നമ്മളൊരിക്കലും ചിന്തിക്കുന്നതിനോ പ്രതീക്ഷിക്കുന്നതിനൊക്കെ ഒരുപാട് അപ്പുറമാണ്. ഒരാൾക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരവസരമല്ല. അതാണ് ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരിക്കലും ഒരാൾക്ക് നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ടറിഞ്ഞ് തന്നെയാണ് ഇത് അനുഭവിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് ഇത് എന്താണ് എന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഹിറ ഗുഹ കാണാൻ പോയിരുന്നു. ഇതൊക്കെ ഒരിക്കലും നമുക്ക് അതാണ് നമുക്ക് വാക്കുകൾക്കെല്ലാം ഒരുപാട് അതീതമാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന വികാരം. ഇനിയും കാത്തിരിക്കുന്നു റമദാനിലെ പ്രാർത്ഥനകൾ, തറാവീഹ്, അങ്ങനെ എല്ലാം ഇനി എന്താണ് ഇവിടെ എന്ന് ഓരോ ദിവസവും ഓരോ പുതുമയാണ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുക. പിന്നെ ഒരുപാട് സന്തോഷം. നമുക്ക് അല്ലാത്ത സാധാ സമയങ്ങളിലല്ലേ നമ്മൾ വെറുതെ നിസ്കരിക്കുന്ന പോലല്ല, ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മുടെ ഉള്ളിലേക്കാണത് കയറുന്നത്. റമദാൻ വന്ന് അതിനെ സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ഹറമിലെ നോമ്പുകാലം പ്രത്യേക അനുഭവമാണ്. അതിനായി സൗദിക്ക് അകത്തും പുറത്തു നിന്നുമായി ജനലക്ഷങ്ങൾ ഇനി ഒഴുകിക്കൊണ്ടേയിരിക്കും. പുലർക്കാലയാമങ്ങൾ വരെ നീളും ഇനിയുള്ള ദിനങ്ങളിൽ മക്കയിലെ പ്രാർത്ഥനകൾ.